ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കീസ് ആയാലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് കുക്കീസാണിത്. ഇത് ഓവനിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുത്തിട്ടുള്ള മൈദമാവാണ്. ചെറിയ പ്രാണികളൊക്കെ മാവിൽ കാണാം, പ്രത്യേകിച്ച് മഴ സീസണിൽ. അതുകൊണ്ട് മാവ് എടുക്കുമ്പോൾ എപ്പോഴും അരിച്ച് തന്നെ എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ഇവിടെ ഞാനിപ്പോൾ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടിച്ച പഞ്ചസാര ബട്ടറിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മെൽറ്റഡ് ബട്ടർ വേണമെന്നില്ല, ഞാൻ അളവ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. റൂം ടെമ്പറേച്ചറിൽ ബട്ടർ എടുത്താൽ മതി. ഏകദേശം ഒരു പകുതിയോളം ബട്ടർ എടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിക്സും മാവും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തേങ്ങയുടെ ബ്രൗൺ ഷെയ്ഡൊക്കെ മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് അതൊന്ന് ഈർപ്പം മാറുന്നത് വരെ വറുത്തെടുത്തിട്ടുള്ളതാണ്. തേങ്ങയുടെ ഈർപ്പം ജസ്റ്റ് മാറുന്നത് വരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. ഓവറായി വറുത്തെടുക്കരുത്. പാക്കറ്റിൽ കിട്ടുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം മാവ് വേണ്ടത്. ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. കുറേശ്ശെ പാൽ ചേർത്ത് ഇത് കുഴച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇത് കാച്ചാത്ത പാലാണ്. കാച്ചിയ പാലാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോഴും ഉരുട്ടിയെടുക്കാനുള്ള പാകമായിട്ടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിക്കാം. ഇങ്ങനെ പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്, കുറേശ്ശെ മാത്രമേ ഒഴിച്ചെടുക്കാവൂ. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാൻ പറ്റിയ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി കൈ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. കുറേശ്ശെ മാവെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് ഉരുട്ടി ബോളിൻ്റെ ഷേപ്പിലാക്കണം. ഒരല്പം ബട്ടറോ ഓയിലോ ഉള്ളം കയ്യിൽ തേച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ ഒരു ബോളിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓവറായി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ടില്ലേ, അതിലോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. കോക്കനട്ടിൻ്റെ ഒരു കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. ബേക്ക് ചെയ്യുന്ന പാത്രത്തിനുള്ളിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓരോ ബോളുകളായി വെച്ച് കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ മുഴുവൻ ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഓരോ ബോളുകളായി വെച്ച് കൊടുക്കുമ്പോൾ ഒരല്പം അകലം ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. ബേക്ക് ചെയ്യുമ്പോൾ ഓരോ ബോളുകളും വികസിച്ച് വരും. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം അകലം ഇട്ട് വയ്ക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് എനിക്കൊരു 19 ബോൾ കിട്ടിയിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ പാത്രത്തിലാണ്. ഇതൊരു അലൂമിനിയം പാത്രമാണ്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓവൻ സെറ്റപ്പാണിത്. ബേക്ക് ചെയ്തെടുക്കുന്നതിന് ഉപ്പൊന്നും അടിയിലിടേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനുള്ളിൽ ഒരു ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി ബേക്ക് ചെയ്യാനുള്ള അടുത്ത പാത്രം കൂടി വെച്ചതിന് ശേഷം മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം.
ഈ മുകളിലത്തെ ഭാഗം അത്രത്തോളം ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടില്ല. താഴത്തെ ഭാഗം ഒന്ന് നോക്കാം. ഇപ്പോൾ താഴത്തെ ഭാഗത്ത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിൽ എടുത്താൽ മതി. ഇത് എടുക്കുന്ന സമയത്ത് കുക്കീസിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇത് തണുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അതിന് കട്ടി വരുന്നത്. ഈ മുകളിലത്തെ ട്രേ ഞാനൊരു 5 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കുക്കീസും ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നേരത്തെ സോഫ്റ്റ്നെസ് ഇല്ല, അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. 45 മിനിറ്റ്സ് ഈ ഒരു അളവിൽ കറക്റ്റായി ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ എടുക്കണം. ഇത് ഇരുന്ന് തണുക്കുമ്പോഴത് ഇത് കറക്റ്റ് കുക്കീസിൻ്റെ പരുവമായിക്കോളും. നല്ല ടേസ്റ്റാണ് ഈ കുക്കീസിന്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും കുക്കീസൊക്കെ വളരെ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാൻ കൂടി മറക്കരുത്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.